വീഡിയോ തുറന്നതിന് മുന്നേ ഒരു ചെറിയ കാര്യം ചോദിക്കാനുണ്ട്. നിങ്ങളൊരു 5000 രൂപയുടെ ബഡ്ജറ്റിൽ ഒരു സ്മാർട്ട് വാച്ച് നോക്കുവാണെങ്കിൽ അതിൽ എന്തൊക്കെയായിരിക്കും നിങ്ങൾ നോക്കാറ്? എൻ്റെ കാര്യങ്ങൾ ചോദിക്കുവാണെങ്കിൽ ഞാൻ ഡെഫിനറ്റ്ലി 6 കാര്യങ്ങളാണ് നോക്കാറ്. ഒന്നാമത്തേത് റൗണ്ട് ഡയലായിരിക്കണം. കാരണം 5000 റുപ്പീസിൻ്റെ പ്രൈസ് റേഞ്ചിന് താഴെ വലിയ റൗണ്ട് ഡയലുള്ള സ്മാർട്ട് വാച്ചുകൾ വളരെ കുറവാണ്, ഇല്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. രണ്ടാമത്തേത് ബഡ്ജറ്റ് കാറ്റഗറിയിൽ വരുന്ന സ്മാർട്ട് വാച്ചുകളുടെ എല്ലാം സ്ട്രാപ്പ് അത്രയ്ക്ക് അങ്ങോട്ട് ക്വാളിറ്റി ഉണ്ടാവില്ല. സോ ഒരു ഹൈ ക്വാളിറ്റി ആയിട്ടുള്ള സ്ട്രാപ്പ് വേണം. ഇനി ബഡ്ജറ്റ് സ്മാർട്ട് വാച്ചുകളുടെ കാറ്റഗറിയിൽ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് നമ്മൾ അതിൻ്റെ ഉള്ളിൽ കൂടെ നാവിഗേറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ യൂസർ ഇൻ്റർഫേസ് ഭയങ്കര സ്ലഗിഷ് ആയിരിക്കും, ഭയങ്കര സ്റ്റട്ടർനെസ് ആയിരിക്കും. അതുകൊണ്ട് ഒരു മിനിമം നല്ലൊരു ഫ്ലൂയിഡ് ആയിട്ടുള്ളൊരു യൂസർ ഇൻ്റർഫേസ് എങ്കിലും വേണം. അതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇത്തരത്തിലുള്ള സ്മാർട്ട് വാച്ചുകളുള്ള വൈബ്രേഷൻ. ചില സ്മാർട്ട് വാച്ചുകളുടെ വൈബ്രേഷനൊക്കെ ക്രർ എന്ന് പറഞ്ഞു പോകും, ഭയങ്കര അനോയിങ് ആണ്. ഒരു ഡീസൻ്റ് ആയിട്ടുള്ള ഹാപ്റ്റിക് ഫീഡ്ബാക്ക്. ഇനി ഡിസ്പ്ലേ വലുതായിരിക്കണം, റൗണ്ടഡ് ആയിരിക്കണം എന്ന് പറഞ്ഞു. അത് മാത്രമല്ല നല്ല ക്ലാരിറ്റിയും റെസൊല്യൂഷനും ഉണ്ടാവണം. ഇനി ഇതിലെല്ലാം ഉപരി വാച്ചിന് മിനിമം ഒരു 7 ദിവസത്തെ ബാറ്ററി ബാക്കപ്പ് എങ്കിലും കിട്ടണം. സോ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം കൂടി നമുക്കൊരു ബ്രാൻഡഡ് സ്മാർട്ട് വാച്ച് കിട്ടിയ എങ്ങനെ ഉണ്ടാവും? അതാണ് നമ്മുടെ കയ്യിൽ ഇപ്പോൾ വന്നിരിക്കുന്നത് റീബോക്ക് എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ ആദ്യത്തെ സ്മാർട്ട് വാച്ച് ആക്റ്റീവ് ഫിറ്റ് 1.0. ആക്ച്വലി ഇതിനകത്തൊരു സർപ്രൈസിങ് ആയിട്ടുള്ള ഫീച്ചർ ഉണ്ട്. ഞാൻ പ്രതീക്ഷിച്ചില്ല റീബോക്ക് പോലത്തെ ഒരു ബ്രാൻഡ് ഇത് തരുമെന്ന്. എന്താണെന്ന് വീഡിയോയുടെ ഇടയ്ക്ക് പറയാം. സോ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള പാക്കിംഗ് റീബോക്കിൻ്റെ ആക്റ്റീവ് ഫിറ്റ് എന്ന് പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. ഇതിനകത്തുള്ള പാക്കേജിലാണെങ്കിൽ നമുക്ക് ചെറിയൊരു ട്രാൻസ്പെറൻറ്റ് വിൻഡോയിൽ വാച്ച് കാണാൻ പറ്റുന്നുണ്ട്. സോ ബോക്സിനകത്ത് നമുക്ക് വാച്ച്, അതേപോലെ മാഗ്നറ്റിക് ആയിട്ടുള്ള ചാർജിങ് കേബിൾ, അതുപോലെ തന്നെ യൂസർ മാനുവലും കൊടുത്തിട്ടുണ്ട്. ഇത്തരത്തിലുള്ള യൂസർ മാനുവൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം ഇതിനകത്ത് ഫുൾ പിക്ടോറിയൽ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഓരോ സ്റ്റെപ്പ് വൈസ് ഓരോ സ്ക്രീൻ എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന്. സോ ഏതൊരു മനുഷ്യൻ ആ ഒരു യൂസർ മാനുവൽ കണ്ടു കഴിഞ്ഞാൽ ഈ വാച്ച് ഉപയോഗിക്കാനായിട്ട് പഠിക്കും. 1.3 ഇഞ്ചിൻ്റെ കർവ്ഡ് ആയിട്ടുള്ള എഡ്ജസ് ഉള്ള റൗണ്ടഡ് ആയിട്ടുള്ള ഒരു ഡിസ്പ്ലേ ആണ് കൊടുത്തിരിക്കുന്നത്. വളരെ വലിയ ഡിസ്പ്ലേ ആണ്. മുകളിൽ റീബോക്കിൻ്റെ ബ്രാൻഡിങ് കാണുന്നുണ്ട്. ഇനി ഈ ഡിസ്പ്ലേ ഹൗസ് ചെയ്തിരിക്കുന്ന കേസിങ്ങും മെറ്റാലിക് ആണ്. വളരെ സൂപ്പർ ആയിട്ടുള്ള ഒരു മാറ്റ് ബ്ലാക്ക് അല്ലെങ്കിൽ ഒരു മാറ്റ് ഗ്രേ ഫിനിഷിലാണ് വന്നിരിക്കുന്നത്. റൈറ്റ് സൈഡിൽ ചെറിയൊരു ക്രൗൺ ഉണ്ട്. ആ ഒരു ക്രൗൺ ബട്ടനാണ്. ഒരു ക്രോം ഫിനിഷിങ്ങും അതിന് കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഈ വാച്ചിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എനിക്ക് ഇഷ്ടപ്പെട്ടതെന്ന് പറയുന്നത് ഡെഫിനറ്റ്ലി സ്ട്രാപ്സ് ആണ്. നമുക്കറിയാമല്ലോ റീബോക്കിൻ്റെയൊക്കെ നോർമൽ സ്പോർട്സിനൊക്കെ ഉപയോഗിക്കുന്ന വാച്ചുകളുടെ സ്ട്രാപ്പ് എത്രത്തോളം ക്വാളിറ്റി ആണോ അത്രയും കിടലും ക്വാളിറ്റിയിലൊരു സ്പോർട്സ് ബേസ് ആയിട്ടുള്ള സ്ട്രാപ്പുകളാണ്. ഇതിനവർ പറയുന്നത് സ്പിൻ ഡ്രോപ്പ് സ്ട്രാപ്പ് എന്നാണ്. അതായത് നിങ്ങളിപ്പോൾ സ്പോർട്സിനൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ പോലും സിലിക്കൺ സ്ട്രാപ്സ് ആണെങ്കിലും അത്ര ഹൈ ക്വാളിറ്റി ഉള്ള ഹൈലി ഡ്യൂറബിൾ ആയിട്ടുള്ള സ്ട്രാപ്സ്. ഞാൻ ഇന്നേ വരെ റിവ്യൂ ചെയ്തിരിക്കുന്ന വാച്ചുകളിൽ വെച്ച് സ്ട്രാപ്പുകളിൽ എനിക്കൊരു പ്രീമിയം എന്ന് പറയാൻ തോന്നിയിരിക്കുന്ന ഒരു സ്ട്രാപ്പാണ് റീബോക്കിൻ്റെ ഈ വാച്ചിൻ്റെ കൂടെയുള്ള സ്ട്രാപ്പ്. സോ ഓവറോൾ ബിൽഡിൻ്റെ കാര്യം ചോദിക്കുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി 5 ഔട്ട് ഓഫ് 5 തന്നെ കൊടുക്കാൻ പറ്റും. ഫീച്ചേഴ്സ് നോക്കുവാണെങ്കിൽ നോർമൽ സ്മാർട്ട് വാച്ചിലുള്ള സ്റ്റെപ്പ് കൗണ്ടർ, കാലറി കൗണ്ടർ, ഡിസ്റ്റൻസ് കൗണ്ടർ ഉണ്ട്. അതുപോലെ തന്നെ ഇതിനകത്ത് അവർ SC7R311 എന്ന് പറഞ്ഞ സെൻസറാണ് ഉപയോഗിച്ചിരിക്കുന്നത്. സോ വളരെ ആക്യുറേറ്റ് ആയിട്ടുള്ള ഹാർട്ട് റേറ്റ് റീഡിങ്സും അതേപോലെ തന്നെ SpO2 മെഷർ ചെയ്യാനായിട്ട് പറ്റും. അതുമാത്രമല്ലാതെ ഈ ഒരു സെൻസറിൽ നമുക്ക് ബ്ലഡ് പ്രഷറും മോണിറ്റർ ചെയ്യാനായിട്ട് പറ്റും. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം ഇതിൻ്റെ മെനു UI ഇൻ്റർഫേസ് ആണ് കേട്ടോ. ഞാൻ ഇന്നേ വരെ റിവ്യൂ ചെയ്തിരിക്കുന്ന സ്മാർട്ട് വാച്ചിൽ ഇത്തരത്തിലൊരു മെനു UI ഇൻ്റർഫേസ് കണ്ടിട്ടില്ല. പണ്ടത്തെ നമ്മുടെ ലാൻഡ് ഫോണുകളിൽ ഇങ്ങനെ കറക്കി വിളിക്കുന്ന ടൈപ്പ് അത്തരത്തിലുള്ളൊരു മെനു ഡയലാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. സോ വളരെ സ്മൂത്ത് നിങ്ങൾക്ക് കാണാനായിട്ട് വരും. ഇൻ്റർഫേസ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ല റിഫ്രഷ് റേറ്റ് ഉണ്ട്. സോ വളരെ സ്മൂത്തായിട്ട് നമുക്ക് മെനുവിലൂടെ നാവിഗേറ്റ് ചെയ്യാനായിട്ട് പറ്റും. സോ ടോട്ടലി യൂസർ ഇൻ്റർഫേസ് വൈസ് തന്നെ ആ ഒരു പ്രീമിയംനെസ് അല്ലെങ്കിൽ ആ ഒരു ബ്രാൻഡഡ്നെസ് ഫീൽ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഡിസ്പ്ലേ ബ്രൈറ്റ്നസിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ സാധാ സ്മാർട്ട് വാച്ചുകളിൽ നമുക്ക് സ്റ്റെപ്പ് വൈസ് 1, 2, 3, 4 അങ്ങനെയൊക്കെ ആയിരിക്കും. പക്ഷേ ഇതിനകത്തൊരു ലീനിയർ അല്ലെങ്കിൽ ഒരു എന്താ പറയുക എക്സ്പോണൻഷ്യൽ രീതിയിൽ നമുക്ക് സ്റ്റെപ്പുകളല്ല ഈ നമ്മുടെ ഫോണിലൊക്കെ ബ്രൈറ്റ്നസ് കൂട്ടുന്ന പോലെ ഇങ്ങനെ ഓരോ ചെറിയ രീതിയിൽ ഇങ്ങനെ നീക്കി കൊണ്ടുവരാനായിട്ട് പറ്റും ബ്രൈറ്റ്നസ് കൺട്രോൾ. ഇനി ഇതിനകത്ത് 15+ സ്പോർട്സ് മോഡലുണ്ട്. IP67 റേറ്റഡ് ആണ്. സോ ടോട്ടലി വാട്ടർ പ്രൂഫ് എന്ന് പറയാൻ പറ്റില്ല. എന്നാലും നിങ്ങൾക്ക് ഏകദേശം ഇതിൽ കാണുന്ന പോലെ കുറേ അധികം സ്പോർട്ട് മോഡുകൾ ഇതിനകത്ത് കാണാൻ പറ്റും. അതുപോലെ തന്നെ സ്ലീപ്പ് മോണിറ്റർ ചെയ്യാനായിട്ട് വരും. പിന്നെ ബ്രീതിങ് എക്സസൈസ് ഒക്കെ ചെയ്യുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ ആ ഒരു ബ്രീതിങ് എക്സസൈസ് മോഡും ഇതിനകത്തുണ്ട്. ഇനി വാച്ച് ഫേസുകളുടെ കാര്യം പറയുകയാണെങ്കിൽ കുറേ അധികം വാച്ച് ഫേസ് നമുക്ക് വാച്ചിൻ്റെ ഉള്ളിലുണ്ട്. അതേപോലെ തന്നെ നിങ്ങളുടെ സ്വന്തം ഫോട്ടോ ഒക്കെ വാച്ച് ഫേസ് ആയിട്ട് ഇടണമെങ്കിൽ ഇതിൻ്റെ ഒരു കമ്പാനിയൻ ആപ്പ് ഉണ്ട്. ബൂസ്റ്റ് ഫിറ്റ് എന്നാണ് ഈ ഒരു ആപ്ലിക്കേഷൻ്റെ പേര്. സോ ബൂസ്റ്റ് ഫിറ്റ് ആപ്പ് നിങ്ങളുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ വാച്ചുമായിട്ട് പെയർ ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്തും കുറേ അധികം വാച്ച് ഫേസുകൾ കാണാൻ പറ്റും. നിങ്ങളുടെ സ്വന്തം ഫോട്ടോയും വാച്ച് ഫേസ് ആയിട്ട് ഇടാം. വാച്ച് ഫേസ് ട്രാൻസ്ഫറിങ് ഒക്കെ വളരെ സീംലെസ് ആണ്. ഇനി ഈ കമ്പാനിയൻ ആപ്പ് നിങ്ങൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വാച്ചിലുള്ള കാര്യങ്ങളെല്ലാം ആപ്പിൽ വിശദമായിട്ട് കാണാൻ പറ്റും. പിന്നെ അതേപോലെ നോട്ടിഫിക്കേഷൻസ്, കോൾ നോട്ടിഫിക്കേഷൻസ്, SMS നോട്ടിഫിക്കേഷൻസ്, ആപ്ലിക്കേഷൻ നോട്ടിഫിക്കേഷൻസ് ഇതെല്ലാം നിങ്ങൾക്ക് ഈ ഒരു ആപ്ലിക്കേഷനുള്ളിൽ കൂടെ സെറ്റ് ചെയ്ത്
വെക്കാൻ പറ്റും, ഓൺ ചെയ്ത് വെക്കാൻ പറ്റും. സോ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കോൾ നോട്ടിഫിക്കേഷൻസ്, കോൾ നമുക്ക് കട്ട് ചെയ്യാം, മ്യൂട്ട് ചെയ്യാം. എടുത്ത് സംസാരിക്കാൻ പറ്റില്ല കാരണം ഇതിനകത്ത് സ്പീക്കർ ഇല്ല, പക്ഷേ കട്ടും മ്യൂട്ടും ചെയ്യാനായിട്ട് പറ്റും. വളരെ വലിയ ഡിസ്പ്ലേയിൽ നമുക്ക് ആരാണ് വിളിക്കുന്നത് എന്നുള്ള കാര്യങ്ങളെല്ലാം കാണിച്ചും തരും. ഇനി അതേപോലെ SMS നോട്ടിഫിക്കേഷൻസും വരും. അതുമാത്രമല്ല, നിങ്ങളുടെ ഫോണിൽ പാട്ടുകൾ വെക്കുവാണെങ്കിൽ ആ ഒരു പാട്ടും കാര്യങ്ങളെല്ലാം നിങ്ങളുടെ വാച്ചിൽ വളരെ നല്ല രീതിയിൽ കൺട്രോൾ ചെയ്യാൻ പറ്റും. വളരെ വലിയ ഡിസ്പ്ലേ ആയതുകൊണ്ട് തന്നെ ഈവൻ വോളിയം സ്ലൈഡർ വരെ നമുക്ക് പ്രോപ്പറായിട്ട് കിട്ടുന്നുണ്ട്. നെക്സ്റ്റ് സോങ്, പ്രീവിയസ് സോങ്, പ്ലേ പോസ്, പാട്ടിൻ്റെ പേര്, ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം കാണിക്കും. ഇനി റിമോട്ട് ഷട്ടർ എന്ന് പറഞ്ഞ ഫീച്ചർ ഉണ്ട്. സോ നിങ്ങൾ ഈ ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് ഈ വാച്ചിൽ നമ്മൾ ക്യാമറയുടെ ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ ഈ വാച്ചിനകത്ത് നമ്മൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ ഒരു ക്യാമറ ആപ്ലിക്കേഷനിലൂടെ ഫോട്ടോസ് ഷൂട്ട് ചെയ്യാനായിട്ട് പറ്റും. ഇനി അതേപോലെ നമുക്ക് ഇതിനകത്ത് വെതർ കാണാൻ പറ്റും. പക്ഷേ എന്നെ മോസ്റ്റ്ലി സർപ്രൈസ് ചെയ്യിപ്പിച്ച ഫീച്ചർ എന്ന് പറയുന്നത് ഇതിനകത്ത് നിങ്ങൾക്ക് ഇൻബിൽഡ് ആയിട്ടുള്ള ഗെയിംസ് ഉണ്ട്. 2 ഇൻബിൽഡ് ഗെയിമുകളാണ് ഉള്ളത്. ഒന്നാമത്തെ ഗെയിം യങ് ബേർഡ് എന്നാണ് പേര്, പക്ഷേ ഗെയിം നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഏതാണ് ആ ഒരു ഗെയിം എന്ന്. സോ ഈ ഗെയിമും ഉണ്ട്. അതുപോലെ തന്നെ ഇതിനകത്ത് നിങ്ങൾക്ക് 2048 എന്ന് പറഞ്ഞ ഗെയിമും ഉണ്ട്. 2048 ഗെയിം നമ്മൾ പലരും കളിച്ചിട്ടുണ്ടാവും. 2 ഈക്വൽ നമ്പേഴ്സ് ആണെങ്കിൽ അത് ആഡായി 2048 എപ്പോൾ എത്തിക്കുന്നു അപ്പോൾ ജയിക്കുന്നു. ആ ഒരു ഗെയിമും കൂടെ ഇതിനകത്തുണ്ട്. ഇനി ഫൈനലി ബാറ്ററി ലൈഫിൻ്റെ കാര്യം സംസാരിക്കുവാണെങ്കിൽ ഏകദേശം ഒരു 12 മുതൽ 15 ദിവസം വരെ നമ്മളൊരു നോർമൽ യൂസ് ചെയ്യുവാണെങ്കിൽ കിട്ടും. അല്ലെങ്കിൽ 24/7 ഹാർട്ട് റേറ്റ് മോണിറ്ററിങ്, ഡെയിലി വർക്കൗട്ട് അങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ ഒരു 5 മുതൽ 8 ദിവസം വരെ നിങ്ങൾക്ക് ബാറ്ററി ബാക്കപ്പ് പ്രതീക്ഷിക്കാം. ഇനി ചുമ്മാ സമയം മാത്രമാണ് നോക്കാൻ ഉപയോഗിക്കുന്നതെങ്കിൽ ഞാൻ പറഞ്ഞൊരു 15-20 ദിവസമൊക്കെ സുഖമായിട്ട് നിൽക്കും. പക്ഷേ ഇതെനിക്ക് എടുത്ത് പറയാതിരിക്കാൻ വയ്യ. നോർമലി സ്മാർട്ട് വാച്ച് ഉണ്ടാക്കുന്നവർ ചെയ്യാത്തൊരു കാര്യമാണ്, പക്ഷേ ചെയ്യേണ്ട ഒരു കാര്യം കൂടിയാണ് ഇവർ ചെയ്തിട്ടുണ്ട്. വേറെ ഒന്നുമല്ല, സ്മാർട്ട് വാച്ചിൻ്റെ കൂടെ കിട്ടുന്ന മാഗ്നറ്റിക് ആയിട്ടുള്ള ചാർജർ. പല സ്മാർട്ട് വാച്ച് കമ്പനികളും ഇതേ ഷേപ്പിലുള്ള ചാർജറാണ് ഇറക്കുന്നത്. പക്ഷേ നമ്മുടെ കയ്യിൽ 2-3 സ്മാർട്ട് വാച്ചസ് ഒക്കെ ഉണ്ടെങ്കിൽ ഏതാണ് ഏതിൻ്റെ ചാർജർ എന്ന് കൺഫ്യൂഷൻ ആവും. ആ ഒരു കൺഫ്യൂഷൻ മാറ്റാൻ ചാർജറിന്മേലും ഇവർ റീബോക്കിൻ്റെ ബ്രാൻഡിങ് കൊടുത്തിട്ടുണ്ട്. സോ ആക്ച്വലി എല്ലാ കമ്പനികളും അത് ചെയ്യേണ്ടതാണ്, കാരണം സിമിലർ ഡിസൈൻ ആണല്ലോ പല കമ്പനികൾ ഇറക്കുന്നത്. സോ നല്ലൊരു കാര്യം ചെയ്തിട്ടുണ്ട്, അപ്രീഷിയേറ്റ്. ഇനി ഈ വാച്ചിൻ്റെ പെട്ടിയിലിട്ടിരിക്കുന്ന പ്രൈസ് 7499 ആണ്. അത് MRP ആണ്. പക്ഷേ ആക്ച്വലി 4499 റുപ്പീസിനാണ് ഞാൻ എടുത്തത്. കാരണം ബ്രാൻഡഡ് ആയിട്ടുള്ള സ്മാർട്ട് വാച്ച് ആണ്. ഇന്നേവരെ ഇത്തരത്തിലുള്ളൊരു സ്പോർട്സ് ബ്രാൻഡ് ഇറക്കിയിരിക്കുന്ന വാച്ച് യൂസ് ചെയ്തിട്ടുള്ള എന്താണ് മറ്റു വാച്ചിൽ നിന്നും വ്യത്യാസം എന്നറിയാൻ വേണ്ടിയാണ് എടുത്തത്. സോ ഡെഫിനറ്റ്ലി ഞാൻ പറയാലോ 4499 റുപ്പീസിന് വർത്താണ്. ഈ പ്രൊഡക്റ്റിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഡെഫിനറ്റ്ലി ചാനൽ ചെക്ക് ചെയ്യാനും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും തുടർച്ചയല്ല ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്ത് ഓൾ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യാനും മറക്കണ്ട. നമ്മൾക്കിനി അടുത്ത വീഡിയോ കാണാം.